അടുത്ത ടോപ്പിക്ക് ഈ ലേണിംഗ് ആണ്, ഈ പഠനം, ഈ വിദ്യാഭ്യാസം. ഈ ലേണിംഗ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ICT and communication media or electronic media in education. ഈ വിദ്യാഭ്യാസം എന്നത് ICT വിവരവിനിമയ സാങ്കേതിക വിദ്യയും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളായിട്ടുള്ള TV, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയും ഉൾപ്പെടുത്തി നടക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സാമ്പ്രദായികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾ സ്കൂളിൽ വരുന്നു, ക്ലാസ്സിൽ ഓരോ പീരീഡും ഓരോ അധ്യാപകരും പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുന്നു. അപ്പോൾ സാമ്പ്രദായികമായിട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത് കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് വേരിയസ് ടീച്ചിങ് എയ്ഡുകൾ, പഠന സഹായികളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും സാമ്പ്രദായിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം കാണുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് നടക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി എന്ന് പറയാൻ നമുക്ക് COVID-19 കാലഘട്ടം, ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് COVID-19 പകർച്ചവ്യാധിയുടെ വരവോടുകൂടി സ്കൂളുകളിലെ സാമ്പ്രദായിക വിദ്യാഭ്യാസം തുടരാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ +1 ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് നടന്നത്. നിങ്ങളാരും സ്കൂളിൽ വന്നിട്ടില്ല, ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, അധ്യാപകരുടെ ക്ലാസ്സുകൾ അപ്രകാരം കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സാമ്പ്രദായികമായിട്ടുള്ള സാധാരണ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ നേരിട്ട് വന്ന് ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്ന ക്ലാസ്സുകളല്ല ഈ ലേണിങ്ങിലുള്ളതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ വിവിധ തരത്തിലുള്ള വെർച്വൽ മീറ്റിംഗ് ആപ്പുകൾ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ്, സൂം പോലെയുള്ള മൊബൈൽ ആപ്പുകളിലൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ വീടുകളിലും മറ്റും ഇരുന്നു കൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണോ ഉപയോഗിച്ചുകൊണ്ട്, ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട്, ടാബ്ലറ്റോ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ ഒത്തുചേരുന്നു. ഇവിടെ ഇൻ്റർനെറ്റ് എന്ന നെറ്റ്വർക്ക് അതിൻ്റെ സാധ്യതകൾ പരമാവധി വിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകൾ തമ്മിൽ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ, ഒരു വെർച്വൽ ക്ലാസ് റൂമിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ സംവദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലേണിംഗ് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യകതയാണ്. ഇനി നമുക്ക് ഈ ലേണിങ്ങിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഈ ലേണിങ്ങിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇലക്ട്രോണിക് ബുക്സ് റീഡർ, ബുക്സ്, ഈ പുസ്തകങ്ങൾ. ബുക്ക് എന്നത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള പുസ്തകങ്ങളെ, കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണുകളുടെയൊക്കെ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള പുസ്തകങ്ങളെയാണ് ബുക്ക് എന്ന് പറയുന്നത്. ഡിജിറ്റൽ കണ്ടൻറ് അടങ്ങുന്ന ബുക്ക്, ഡിജിറ്റൽ കണ്ടൻറ് ബുക്സ് ആർ കോൾഡ് ബുക്സ്. അത് വായിക്കാൻ ഉപയോഗിക്കുന്ന, അത് ലോഡ് ചെയ്യാനും വായിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ്, എഡിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ പോലുള്ള, സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ബുക്സ് റീഡർ എന്ന് പറയുന്നത്. ഈ പുസ്തക വായനയ്ക്ക് സഹായിക്കുന്ന ഉപകരണങ്ങൾ. സോ ബുക്ക് റീഡർ ഈസ് a portable computing device like laptop, tablet or smartphone loaded with digital book content via communication interface. അപ്പോൾ ഒരു ബുക്ക് റീഡർ എന്നത്, ഇലക്ട്രോണിക് ബുക്സ് റീഡർ എന്നത് കൊണ്ടു നടന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന പോർട്ടബിൾ കമ്പ്യൂട്ടർ ഉപകരണങ്ങളായിട്ടുള്ള ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ എന്നിവയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള പുസ്തകത്തെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസിൻ്റെ സഹായത്തോടു കൂടി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള പുസ്തകത്തെയാണ് ഇലക്ട്രോണിക് ബുക്സ് റീഡർ എന്ന് പറയുന്നത്. സോ an electronic books reader is a portable computing device that can read from a digital book or e-book. ഒരു ബുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന, കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ആ ബുക്ക് ഓപ്പൺ ചെയ്യാനും ആ ബുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മെ സഹായിക്കുന്ന
ഒരു ഉപകരണം, ഡിജിറ്റൽ ഉപകരണം, ഇലക്ട്രോണിക് ഉപകരണത്തെയാണ് ലൈക്ക് മൊബൈൽ ഫോൺ, ടാബ്, ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ഈ ബുക്ക് സൂക്ഷിക്കാനും അത് വായിക്കാനും ഉപയോഗിക്കുന്നത്. അതിനാണ് ഈ ബുക്ക് റീഡർ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണിക് ബുക്സ് റീഡർ ഈസ് എ പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ലോഡഡ് വിത്ത് ഡിജിറ്റൽ ബുക്ക് കണ്ടന്റ് വയ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസസ്. ഏതെങ്കിലും ഒരു ആശയവിനിമയ മാധ്യമം, കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട്, ഇൻ്റർനെറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർനെറ്റ് പോലുള്ള ഒരു ആശയവിനിമയ മാധ്യമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടു നടക്കാവുന്ന ഡിജിറ്റൽ ഡിവൈസുകളായിട്ടുള്ള പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളായിട്ടുള്ള ലാപ്ടോപ്പ്, ടാബ്ലറ്റ് എന്നിവയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള പുസ്തക ഉള്ളടക്കങ്ങളെയാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. അത് വായിക്കാൻ ഉപയോഗിക്കുന്ന അത്തരം ഡിജിറ്റൽ ഉപകരണങ്ങളെ, അത് സൂക്ഷിക്കാനും വായിക്കാനും ഉപയോഗിക്കുന്ന പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളെയാണ് ഈ ബുക്ക് റീഡർ എന്ന് പറയുന്നത്. ഒരു ഇ ബുക്ക് റീഡർ ഉപയോഗിച്ച് ഒരു ഈ പുസ്തക വായനാ സഹായിയായിട്ടുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് നമുക്ക് സാധാരണ പുസ്തകം തുറക്കുന്നതിനേക്കാൾ വളരെ ഈസിയായി ഈ ക്യാൻ ഓപ്പൺ എനി ബുക്ക്, എനി പേജ് ക്വിക്ക്ലി വിതൗട്ട് മച്ച് എഫർട്ട്. ഇത് ഇ ബുക്കിന് സാധാരണ ബുക്കിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. ഇ ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഒരു ഇ ബുക്ക് റീഡർ ഉപയോഗിച്ച്, ഈ പുസ്തക വായനാ സഹായി ഉപയോഗിച്ച്, അതായത് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉപയോഗിച്ചുകൊണ്ട് അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏത് ഇ ബുക്കിലെ ഏത് പേജും വളരെ എളുപ്പത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഒരു പുസ്തകം, നമുക്ക് ആവശ്യപ്പെട്ട പുസ്തകം എടുക്കുന്നതിനും മറ്റുമൊക്കെ പ്രയാസമുണ്ട്. ലൈബ്രറിയിൽ നിന്ന് പോയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനും ഒരുപാട് ശ്രമകരമാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലൈബ്രറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇ ബുക്ക് റീഡറിൽ വരുന്നില്ല എന്നാണ്. ഏത് ബുക്കും, ഇ ബുക്ക് റീഡറിനകത്തുള്ള ഏത് ബുക്കും, ഒരു ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, അപ്പോൾ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപത്തിലുള്ള ഏത് ഇ ബുക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഏതാനും സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും, ഏതാനും മൗസ് ക്ലിക്കുകൾ കൊണ്ട് ഓപ്പൺ ചെയ്യാനും, അല്ലെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്ത് ആ ഡിജിറ്റൽ ബുക്കിൽ ടച്ച് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാനും, ഏത് പേജും വളരെ എളുപ്പത്തിൽ വായിക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് ഈ ബുക്കിൻ്റെ സാധാരണ ബുക്കിനെ അപേക്ഷിച്ചുള്ള ഒരു മേന്മ, മെച്ചം. ഇനി in some e-book readers, voice output is also available and the reader needs to just listen the audio of the text. ചില ഇ ബുക്ക് റീഡറുകളിൽ, അതായത് ചില ലാപ്ടോപ്പുകളിലും ഒട്ടുമിക്കവാറും, ഒട്ടുമിക്കവാറും ഇ ബുക്ക് റീഡറുകളിൽ, ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോൺ പോലുള്ള ഇ ബുക്ക് റീഡറുകളിൽ വോയിസ് ഔട്ട്പുട്ട് ലഭ്യമാണ്. വോയിസ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ, ശബ്ദരൂപത്തിലുള്ള വായിക്കുന്ന സംവിധാനമുണ്ട്. ആൻഡ് ദ റീഡർ നീഡ്സ് ടു ജസ്റ്റ് ലിസൺ ദ ഓഡിയോ ഓഫ് ദി ടെക്സ്റ്റ്. അപ്പോൾ ചില ഓഡിയോ ഔട്ട്പുട്ട് തരുന്ന, വോയിസ് ഔട്ട്പുട്ട് തരുന്ന ഇ ബുക്ക് റീഡറുകളിൽ വായനക്കാരനും വായിക്കേണ്ടതില്ല, സ്ക്രീനിൽ നോക്കി പുസ്തകങ്ങൾ വായിക്കേണ്ടതില്ല. പുസ്തകങ്ങൾ ഇ ബുക്ക് റീഡർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആ ബുക്കിലെ ഓരോ വരികളും ഓരോ പേജും അത് സ്പീക്കറിലൂടെ ആ സോഫ്റ്റ്വെയർ നമുക്ക് കേൾപ്പിക്കുന്നു. അപ്പോൾ വായനക്കാരന് വായിക്കാനുള്ള പ്രയാസമില്ല, അയാൾക്ക് കേട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് പ്രത്യേകിച്ചും അന്ധരായിട്ടുള്ള ആളുകൾക്ക്, കാഴ്ച വൈകല്യമുള്ളവർക്ക് വളരെ സഹായപ്രദമാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ മറ്റൊരു ഗുണം അതാണ്. സാധാരണ ബുക്ക് നമുക്ക് വായിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് വായിക്കുന്നതിന് പ്രയാസമാണ്, കാഴ്ചയുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഈ ബുക്കിൽ മോസ്റ്റ് ഓഫ് ദി ഇ ബുക്ക് റീഡേഴ്സ് പ്രൊവൈഡ് വോയിസ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ലിസൺ ടു ദി വോയിസ് ഔട്ട്പുട്ട് ഓഫ് ദി ബുക്ക്. ജസ്റ്റ് ലിസൺ ദി ഓഡിയോ ഓഫ് ദി ടെക്സ്റ്റ്. അപ്പോൾ വോയിസ് ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന ഇലക്ട്രോണിക് ബുക്ക് റീഡറുകളിൽ വായനക്കാരന് ബുക്കിലെ എഴുത്തിൻ്റെ, ടെക്സ്റ്റിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനെ കേട്ടുകൊണ്ട് വായിക്കാൻ ഉള്ള സൗകര്യം മിക്ക ഇ ബുക്ക് റീഡറുകളിലും ഉണ്ട്. അപ്പോൾ ഒരു സ്പീക്കറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഇൻബിൽറ്റ് സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ആ സ്പീക്കറിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലെ ഓരോ പേജുകളും വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇ ബുക്ക് എന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഈ ലേണിംഗ് വിഭവം അല്ലെങ്കിൽ ഈ ലേണിംഗ് ടൂൾ ആണ് ഈ ടെക്സ്റ്റ്, ഇലക്ട്രോണിക് ടെക്സ്റ്റ്. ടെക്സ്റ്റൽ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഈസ് കോൾഡ് ഇ ടെക്സ്റ്റ്. ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമായിട്ടുള്ള എഴുത്തിനെയാണ്, ടെക്സ്റ്റ് ഇൻഫർമേഷനെയാണ്
പ്രിൻറ്റിംഗ് ടെക്സ്റ്റിനെയാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ടെക്സ്റ്റ് ക്യാൻ ബി റെഡ് ആൻഡ് ഇൻട്രാക്റ്റഡ് വിത്ത് ഇലക്ട്രോണിക് ഡിവൈസ്. ഈ ടെക്സ്റ്റ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഈ ടെക്സ്റ്റ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റ് മാറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻഫർമേഷനാണ് ഈ ടെക്സ്റ്റ് എന്നത്. ഈ ടെക്സ്റ്റ് വായിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ, ഇ ബുക്ക് റീഡർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്താണെന്നും ഈ ടെക്സ്റ്റ് റീഡർ, ഈ ടെക്സ്റ്റ് വായിക്കുന്നതിനുള്ള ഉപകരണങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഈ ടെക്സ്റ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു വാരിയസ് ഫോർമാറ്റ്സ് ടു ആർ ലാക്കിംഗ് യൂസിങ് സോഫ്റ്റ്വെയർസ്. ഈ ടെക്സ്റ്റിന് പല ഫോർമാറ്റുകളുണ്ട്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ രൂപത്തിലുള്ള ടെക്സ്റ്റാണ് ഈ ടെക്സ്റ്റ്. ഇലക്ട്രോണിക് രൂപത്തിൽ കമ്പ്യൂട്ടറുകളിലും സ്മാർട്ട് ഫോണുകളിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡിജിറ്റൽ ഫയലുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഇൻഫർമേഷനെയാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെക്സ്റ്റ് വായിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഈ ടെക്സ്റ്റ് റീഡർ വേണം. ഒരു പോർട്ടബിൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഈ ആവശ്യത്തിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ഇ ബുക്ക് റീഡറായിട്ട് നമുക്ക് ഇ ബുക്ക് റീഡർ തന്നെ ഈ ടെക്സ്റ്റ് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ടെക്സ്റ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോർമാറ്റ് ടു അനദർ. ഈ ടെക്സ്റ്റുകൾ സൂക്ഷിക്കുന്നതിന് ഇലക്ട്രോണിക് രൂപത്തിൽ ഡിജിറ്റലായിട്ട് ടെക്സ്റ്റ് ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതിന് കമ്പ്യൂട്ടറിൽ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ധാരാളം ഫോർമാറ്റുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ടെക്സ്റ്റ് സ്റ്റോറിംഗ് ഫോർമാറ്റാണ് PDF, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. PDF രൂപത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ, ടാബ് തുടങ്ങിയവയുടെയൊക്കെ മെമ്മറിയിൽ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു പക്ഷേ ഒരു ലൈബ്രറിയിൽ, നമ്മൾ വീട്ടിനകത്തൊരു ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിൻ്റെയോ ഹാർഡ് ഡിസ്കിൽ ഇലക്ട്രോണിക് ഡിജിറ്റലായിട്ട് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുന്നു. ഓക്കെ, എഗെയിൻ ഇത്തരം ഈ ടെക്സ്റ്റ് അടങ്ങുന്ന ഡോക്യുമെൻറ്റുകൾ, വെബ് ഡോക്യുമെൻറ്റുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ധാരാളം സൗജന്യമായിട്ടും പണം ചിലവാക്കിയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇഷ്ടം പോലെ വായിച്ചു നോക്കുകയും ചെയ്യാം. ഈ നേരത്തെ ഇ ബുക്ക് റീഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി റെഡ് അലൗഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ ആൻ ഇ ടെക്സ്റ്റ് റീഡർ. ഒരു ഇ ടെക്സ്റ്റ് അത് സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ഉപയോഗിച്ച് സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കെ വായിച്ച് കേൾപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഇ ബുക്ക് റീഡറിൻ്റെ കേസ് പറഞ്ഞത് വോയിസ് ഔട്ട്പുട്ടും ഈ ടെക്സ്റ്റിനുണ്ട്. ദിസ് ഈസ് ക്വൈറ്റ് ഹെൽപ്ഫുൾ ഫോർ വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ. ഇത് അന്ധരായ ആളുകൾക്ക് വളരെയധികം സഹായപ്രദമാണ്. ഇതൊക്കെയാണ് ഈ ടെക്സ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇലക്ട്രോണിക് രൂപത്തിലുള്ള ടെക്സ്റ്റിനെയാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് വായിക്കാൻ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ പോലുള്ള ഉപകരണങ്ങൾ മതി. ഈ ടെക്സ്റ്റ് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി മാറ്റാം. PDF നിന്ന് ഒരുപാട് ഡോക്യുമെൻറ്റ് ഫോർമാറ്റുകളുണ്ട് ഇലക്ട്രോണിക് ടെക്സ്റ്റ് സൂക്ഷിക്കുന്നതിന്. കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും PDF ആണ് അതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു കോമൺ ഫോർമാറ്റ്. മറ്റ് ഫോർമാറ്റുകളാണ് ഡോക് ഫോർമാറ്റ്, ODT ഫോർമാറ്റ്, അങ്ങനെ ധാരാളം ഫോർമാറ്റുകൾ. അപ്പോൾ ഈ ഫോർമാറ്റുകൾ തമ്മിൽ ഒരു ഫോർമാറ്റ് മറ്റൊരു ഫോർമാറ്റിലേക്ക് ഈ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം, മാറ്റം വരുത്തുകയും ചെയ്യാം, മാറുകയും ചെയ്യാം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി. എഗെയിൻ ഈ ടെക്സ്റ്റ് ക്യാൻ ബി റെഡ് ഓട്ടോമാറ്റിക്കലി യൂസിങ് എ കമ്പ്യൂട്ടർ ഓർ ആൻ ഇ ടെക്സ്റ്റ് റീഡർ. ഈ ടെക്സ്റ്റ് വായന ഉപകരണമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോണോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഉറക്കെ വായിച്ച് കേൾക്കാനും സാധിക്കും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട ഇ ലേണിംഗ് ടൂളാണ് ഓൺലൈൻ ചാറ്റ്. ഓൺലൈനായിട്ടുള്ള സംസാരം. ഇറ്റ് ഈസ് എ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജസ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ് ഓവർ ദ ഇൻ്റർനെറ്റ്. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ ഇൻ്റർനെറ്റ് പോലുള്ള ഒരു മാധ്യമം വഴി, ആശയവിനിമയ മാധ്യമത്തിലൂടെ, വലിയൊരു നെറ്റ്വർക്കിലൂടെ നടക്കുന്ന തത്സമയ ടെക്സ്റ്റ് മെസ്സേജ് കൈമാറ്റത്തെയാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. സോ ഓൺലൈൻ ചാറ്റ് ഈസ് എ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ഒരു ചാറ്റ് നടക്കണമെങ്കിൽ മിനിമം 2 ആളുകളെങ്കിലും വേണം. ചാറ്റ് ചെയ്യാൻ, ഇത് കേൾക്കാനും ഉള്ള ആളുകൾ വേണം.
അപ്പോൾ രണ്ടാളുകൾ, അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ ഇൻ്റർനെറ്റിലൂടെ ടെക്സ്റ്റ് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് തത്സമയം നടക്കുന്ന, ലൈവായി നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇ ലേണിങ്ങിൽ ചാറ്റിൻ്റെ ഉപയോഗം? ചാറ്റ് എന്നത് ഇൻ ദ വിർച്വൽ ക്ലാസ് എൻവയോൺമെൻറ്റ് ഓൺലൈൻ ചാറ്റിംഗ് ഈസ് യൂസ് ടു ഡിസ്കസ് ദ ടോപ്പിക്സ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റുഡൻസ്. ഈ ലേണിങ്ങിൽ, ഈ വിദ്യാഭ്യാസത്തിൽ ഓൺലൈൻ ക്ലാസ് റൂമുകളിൽ വിർച്വൽ ക്ലാസ് റൂമുകളാണുള്ളത്. ഒരു വിർച്വൽ ക്ലാസ് റൂമിൽ ഓൺലൈൻ ചാറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്യാപകർക്ക് വിദ്യാർത്ഥികളുമായിട്ടും വിദ്യാർത്ഥികൾക്ക് തമ്മിലും അധ്യാപകർക്ക് മറ്റ് അധ്യാപകരുമായിട്ടും സംവദിക്കുന്നതിന് സാധിക്കും. ഓരോ വിഷയത്തെക്കുറിച്ചും സംവദിക്കുന്നതിന് സാധിക്കും. ദാറ്റ് ഈസ് ഇൻ ദ വിർച്വൽ ക്ലാസ് എൻവയോൺമെൻറ്റ് ഓൺലൈൻ ചാറ്റിംഗ് ഈസ് യൂസ് ടു ഡിസ്കസ് ദ ടോപ്പിക്സ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റുഡൻസ്. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വിഷയത്തെപ്പറ്റി ഒരു ഓൺലൈൻ ക്ലാസ്സിൽ, ഒരു വിർച്വൽ ക്ലാസ് എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൽ വിവിധ വിഷയങ്ങളെപ്പറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് ഉള്ള ഒരു ടൂളാണ് ഓൺലൈൻ ചാറ്റ് എന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്കസ് ദ ടോപ്പിക്സ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, ഇൻ ആൻ ഓൺലൈൻ ക്ലാസ് റൂം. ഓൺലൈൻ ക്ലാസ് റൂമിലാണ് ഇതിൻ്റെ ആവശ്യകത. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ക്ലാസ് റൂമിൽ, ഒരു സ്കൂളിനകത്ത് ഒരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അവിടെ ഇത്തരം ഓൺലൈൻ ചാറ്റൊന്നും ആവശ്യമില്ല. അധ്യാപകൻ നേരിട്ട് വാ തുറന്ന് പറയുന്നു, അത് വിദ്യാർത്ഥികൾ, മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ചെവികൊണ്ട് കേൾക്കുന്നു. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം ഓൺലൈൻ ചാറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്. ചാറ്റിംഗ് ടൂളുകളുടെയൊക്കെ, പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റ്, സൂം പോലെയുള്ള വെർച്വൽ മീറ്റിംഗ് കോൺഫറൻസിങ് ആപ്പുകളുടെയും അതുപോലെ തന്നെ ഷെയർഡ് വർക്ക് സ്പേസുകൾ പോലുള്ള സൂട്ട് പോലുള്ള ഷെയർഡ് വർക്ക് സ്പേസുകളുടെയൊക്കെ പ്രാധാന്യം വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ആശയവിനിമയം നടത്തുന്നതിന്, അധ്യാപകർക്ക് കുട്ടികളിലേക്ക് ആശയം കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓൺലൈൻ ചാറ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ചാറ്റുണ്ട്, ഓഡിയോ ചാറ്റുണ്ട്, വീഡിയോ ചാറ്റുണ്ട്. ചാറ്റിംഗ് തന്നെ പലതരത്തിലുണ്ട്. ടെക്സ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സഞ്ചർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു മെസ്സേജിങ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് രൂപത്തിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന, രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആശയവിനിമയം. അധ്യാപകൻ മൈക്കിലൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ടോപ്പിക് എടുക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമിൽ വിതരണം ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികൾ ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നു, അവർ തിരിച്ച് റെസ്പോണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അങ്ങനെ ഓഡിയോ ക്ലിപ്പുകളിലൂടെ, ഓഡിയോ ഡാറ്റയിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഓഡിയോ ചാറ്റ്. ഇനി വീഡിയോ ചാറ്റ്. സോ ചാറ്റിംഗ് ക്യാൻ ബി പെർഫോംഡ് ഈവൻ വിത്ത് എ ലോ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ടെക്സ്റ്റ് ചാറ്റിങ്ങും ടെക്സ്റ്റ് മെസ്സേജ് ഉപയോഗിച്ചുള്ള ചാറ്റിങ്ങും അതുപോലെ തന്നെ ഓഡിയോ ചാറ്റിങ്ങിലും നമുക്ക് താരതമ്യേന വേഗത കുറഞ്ഞ ഇൻ്റർനെറ്റ് കണക്ഷൻ മതി. ചാറ്റിംഗ് ക്യാൻ ബി, ഇവിടെ ചാറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ചാറ്റിങ്ങും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടുള്ള ചാറ്റിങ്ങും, ആളുകൾ തമ്മിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നടക്കുന്ന ചാറ്റിങ്ങും, അതുപോലെ തന്നെ വോയിസ് ചാറ്റിങ്ങിനും കുറഞ്ഞ വേഗതയിലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മതി, ഇൻ്റർനെറ്റ് കണക്ഷൻ മതി. എന്നാൽ വീഡിയോ ചാറ്റിങ്ങിൽ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ചാറ്റിങ്ങിലും ഓഡിയോ ചാറ്റിങ്ങിലും നമുക്ക് ചാറ്റിങ്ങിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് തമ്മിൽ നേരിൽ കാണാൻ സാധിക്കില്ല. നേരിൽ കാണാൻ ഒന്നിലും പറ്റില്ല, നമുക്ക് മുഖാമുഖം കാണാൻ സാധിക്കില്ല. എന്നാൽ വീഡിയോ ചാറ്റിങ്ങിൽ അതിന് സാധിക്കും. ഇൻ വീഡിയോ ചാറ്റിംഗ് the persons who engage in chatting can visualize each other. They can see themselves each other. അവർക്ക് പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. നേരിട്ടല്ല, പക്ഷേ അതിനങ്ങനെ നേരിട്ട് കാണണമെങ്കിൽ വീഡിയോ ചാറ്റിങ്ങിന് അപ്പോൾ ചില അഡീഷണൽ ഹാർഡ്വെയറുകളായിട്ടുള്ള ക്യാമറ, വെബ് ക്യാം അല്ലെങ്കിൽ വീഡിയോ ക്യാമറ, അതുപോലെ തന്നെ സ്പീക്കർ എന്നിവ, മൈക്ക് എന്നിവ ആവശ്യമാണ്. ഓഡിയോ ചാറ്റിനായാലും വീഡിയോ ചാറ്റിനായാലും നമുക്ക് ക്യാമറ, സ്പീക്കർ, മൈക്ക് തുടങ്ങിയ ഉപകരണങ്ങൾ കൂടിയേ തീരും. അവ കമ്പ്യൂട്ടറുമായിട്ടോ ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാത്രമല്ല വീഡിയോ ചാറ്റിന് ഉയർന്ന വേഗത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇതാണ് വീഡിയോ ചാറ്റും ടെക്സ്റ്റ് ചാറ്റിങ്ങും ഓഡിയോ ചാറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ടെക്സ്റ്റ് ചാറ്റിങ്ങിനും ഓഡിയോ ചാറ്റിങ്ങിനും
കുറഞ്ഞ സ്പീഡിൽ ഇൻ്റർനെറ്റ് മതി. എന്നാൽ വീഡിയോ ചാറ്റിംഗ് നടത്തുന്നതിന് വീഡിയോ ക്യാമറ അല്ലെങ്കിൽ വെബ് ക്യാമറ തുടങ്ങിയ സ്പീക്കർ തുടങ്ങിയ ഉപകരണങ്ങളും മൈക്ക് തുടങ്ങിയ ഉപകരണങ്ങളും കൂടാതെ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. ഓക്കെ, എന്നാൽ ഏറ്റവും ഫലപ്രദമായത് വീഡിയോ ചാറ്റിംഗ് തന്നെയാണ്. അഗെയിൻ, ഓൺലൈൻ ചാറ്റ് ഇസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻട്രാക്ഷൻ ഇൻ എ സോഷ്യൽ എൻവറോൺമെൻറ്റ്. ഒരു നവമാധ്യമത്തിൽ, സാമൂഹിക മാധ്യമത്തിൽ ആളുകൾ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഓൺലൈൻ ചാറ്റ് എന്നത്. ഇറ്റ് ഹെൽപ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ഇത് വിവിധ സ്ഥലങ്ങളിലെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആളുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്നതിന് സഹായിക്കുന്നു, മീറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ദിസ് ഫെസിലിറ്റി ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡെലിവർ ആൻഡ് ട്രാൻസ്ഫർ ലൈവ് ലെക്ചേഴ്സ് ഗിവൺ ബൈ ദി ഫാക്കൽറ്റി. ഓൺലൈൻ ചാറ്റ് ഉപയോഗിച്ച് ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ, ഇൻ്റർനെറ്റിലെ വിവിധ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിൽ ആളുകൾക്ക് ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ ഈ ലേണിങ്ങിൽ ഓൺലൈൻ ചാറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചാറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട്, ഓൺലൈൻ ചാറ്റിങ്ങിൻ്റെ വീഡിയോ ചാറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരുടെ തത്സമയ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ തത്സമയം വീക്ഷിക്കാൻ സാധിക്കും. ആൻഡ് സ്റ്റുഡൻസ് ക്യാൻ ലോഗിൻ ഫ്രം റിമോട്ട് ലൊക്കേഷൻസ് ആൻഡ് അറ്റൻഡ് ലെക്ചർ. വിദ്യാർത്ഥികൾ അവരെ ഏത് സ്ഥലത്ത് ആയിരുന്നാലും, അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ വിദ്യാർത്ഥി ചിലപ്പോൾ ക്ലാസ് കേൾക്കുന്നത് തത്സമയം അതേ ലൈവ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് ഉള്ള വീട്ടിലിരുന്നു കൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പാർട്ടിസിപ്പൻസ് മേ ബി ഇൻ റിമോട്ട് ലൊക്കേഷൻസ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. ഒരു വീഡിയോ ചാറ്റിൽ, ഓഡിയോ ചാറ്റായാലും ടെക്സ്റ്റ് ചാറ്റായാലും ഒരു ഓൺലൈൻ ചാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ വെർച്വൽ ക്ലാസ് റൂമുകളിൽ, ഇ ലേണിങ്ങിൽ വെർച്വൽ ക്ലാസ് റൂമുകളിൽ, ഓൺലൈൻ ക്ലാസ് റൂമുകളിൽ ലൈവ് ലെക്ചേഴ്സ് നൽകുന്നതിന്, വിദ്യാർത്ഥികൾക്ക് തത്സമയ ക്ലാസ്സുകൾ നൽകുന്നതിനും പ്രയോജനപ്പെടുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണ്ടൻറ്റ്. അതടുത്ത ഇതിൽ പറയാം. ഈ കണ്ടൻറ്റും എഡ്യൂക്കേഷണൽ ടി വി ചാനൽസും മറ്റൊരു പ്രധാനപ്പെട്ട ഇ ലേണിംഗ് ടൂൾസാണ് ഈ കണ്ടൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ടി വി ചാനൽസ്. ഓക്കെ.